നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ വാസം എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. എ ബ്ലോക്കിലെ 1ാമത്തെ സെല്ലിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള 5 പേർ കഴിഞ്ഞ് 6ാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത്. മോഷണം, ലഹരി മരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ 5 പ്രതികൾക്കൊപ്പമാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലാക്കിയിരിക്കുന്നത്. വൈകുന്നേരം 5-ന് തന്നെ ജയിലിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകും. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഇതോടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം നിങ്ങളോട് പിന്നീട് പറയാം, തന്റെ കാൽ വീട് പൊട്ടിയിരിക്കുകയാണ് എന്നതടക്കമുള്ള പ്രതികരണം നടത്തിയ ശേഷമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പ്രവേശിച്ചത്. എന്തായാലും സെല്ലിൽ പത്രക്കടലാസ് വിരിച്ചായിരുന്നു അദ്ദേഹം ഉറങ്ങിയത്. അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് ഇപ്രകാരമാണ്. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം പുലർച്ചെ 1 മണിയോടെ സെല്ലിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം ജനറൽ ആശുപത്രിയിൽ ബോച്ചി ആരാധകർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുറത്തിറക്കിയപ്പോഴായിരുന്നു ആരാധകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അവർ പോലീസ് വണ്ടി തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധം കാര്യമൊക്കെ മാറ്റി നിർത്തി പോലീസ് വാഹനം മുന്നോട്ട് പോയി. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു കോടതിയിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ രക്തസമ്മർദ്ദവും ECG പരിശോധനയും നടത്തി. ഇതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ ഫാൻ ഇല്ലാത്ത ഇരുട്ടുള്ള മുറിയിലാണ് ഇരുത്തിയിരിക്കുന്നതെന്ന പരാതിയുമായി ചിലർ ഡോക്ടർമാരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ ഡോക്ടർമാരുമായി സംസാരിച്ചു. അതിനിടയിൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കി വാഹനത്തിൽ കയറ്റി പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു ചിലർ ഓടിയെത്തി വണ്ടി തടയാൻ ശ്രമിച്ചത്. എന്തായാലും മതിയായ ചികിത്സ നൽകാതെയാണ് ബോച്ചയെ കൊണ്ടുപോകുന്നത്, ഇത് മനുഷ്യ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഈ പ്രതിഷേധക്കാർ നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയ ജാമ്യാപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടില്ലെന്നും വ്യാജ ആരോപണമാണ് തനിക്കെതിരെ ഉയർത്തുന്നത് എന്നതടക്കമുള്ള വാദമാണ് ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A അഭിരാമിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. വിധി കേട്ട് ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് 7:10 കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു അറസ്റ്റ്. ബുധനാഴ്ചയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂട്ടർ ഹണി ജേക്കബ് വാദിച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ പ്രതിക്കെതിരെ കുറ്റം നിലനിൽക്കുമെന്ന് കോടതിയും പറഞ്ഞു. നടിയുടെ അനുമതിയില്ലാതെ അവരെ സ്പർശിക്കുകയും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. വളരെയധികം സ്വാധീനമുള്ള ബിസിനസ്സുകാരനാണ് പ്രതിയെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ബോച്ചയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.